നമസ്കാരം. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കാലങ്ങളായി രാഷ്ട്രീയത്തിൽ പ്രബലമായി നിൽക്കുന്ന ഒന്നു തന്നെയാണ്. ലീഗിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും അത് പല മാധ്യമങ്ങൾക്ക് മുൻപിലും അല്ലാതെയുമൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ പല സന്ദർഭങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം കോൺഗ്രസ് നൽകിയില്ല എങ്കിൽ കാര്യമായ രീതിയിലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന രീതിയും ലീഗിനുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷത്തിനോട് അനുകൂലമായൊരു നിലപാട് ലീഗ് സ്വീകരിക്കുന്നുണ്ട് എന്ന് പ്രത്യക്ഷമായി പ്രകടിപ്പിച്ച പല സന്ദർഭങ്ങളും കേരള രാഷ്ട്രീയം കണ്ടതുമാണ്. എങ്കിലും എല്ലാത്തിൻ്റെയും ഒടുവിൽ കോൺഗ്രസും ലീഗും തമ്മിൽ അകമഴിഞ്ഞ ഒരു ബന്ധമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇരു പാർട്ടിയുടെ നേതാക്കന്മാരും തുറന്നു പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് തന്നെയാണ് മത്സരത്തെ അഭിമുഖീകരിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ നിലവിൽ 2 ലോക്സഭാ സീറ്റ് മാത്രമുള്ള ലീഗിനെ സംബന്ധിച്ച് ഒരു സീറ്റ് കൂടി അധികം വേണമെന്ന ആവശ്യം കോൺഗ്രസിന് മുൻപിൽ അല്ലെങ്കിൽ UDF മുൻപിൽ ലീഗ് അവതരിപ്പിച്ചിരുന്നു. അതായത് 3ാം സീറ്റ് നൽകുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് സ്വാധീനമുള്ള കോഴിക്കോടോ അല്ലെങ്കിൽ വയനാട്ടിലോ നൽകണമെന്നുള്ളതായിരുന്നു ലീഗിൻ്റെ ആവശ്യം. പിന്നീട് കോൺഗ്രസ് അതിനെ രാജ്യസഭാ സീറ്റ് നൽകിയാണ് അനുനയിപ്പിച്ചത്. ഒപ്പം ലീഗ് പറഞ്ഞ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് എങ്കിൽ തങ്ങൾക്ക് വയനാട് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി സ്വീകരിക്കുവാൻ പോകുന്നു എന്ന വാർത്ത കാര്യമായ രീതിയിൽ പ്രചരിച്ചപ്പോഴും മാധ്യമങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കന്മാരോട് ഇനി 3ാം സീറ്റിന് വേണ്ടി ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഇനി ഇല്ല എന്നായിരുന്നു ലീഗ് നേതാക്കന്മാർ പറഞ്ഞത്. അതായത് ലീഗും കോൺഗ്രസും അത്രമേൽ ഇഴചേർന്ന ബന്ധമുള്ള 2 പാർട്ടികളാണെന്ന് സാരം. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ ഭിന്നിപ്പാണുള്ളത്. ലീഗിനെ പരാജയപ്പെടുത്തുവാൻ CPM അനുകൂലമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ ലീഗിൻ്റെ അധികാരവും ആ പഞ്ചായത്തിൽ നഷ്ടമാവുകയും ചെയ്തു. മലപ്പുറത്തെ കവനൂർ ഗ്രാമപഞ്ചായത്തിലാണ് കോൺഗ്രസിൻ്റെ പിൻബലത്തോടു കൂടി CPM TC സുനിത മുസ്ലിം ലീഗിൻ്റെ നേതാവിനെ പരാജയപ്പെടുത്തിയത്. ഇതേ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് PV ഉസ്മാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് കളമൊരുക്കുകയാണ് CPM. കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത് അജൈവ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കത്തിലാണ്. അവിടെ ലീഗിൻ്റെ നിലപാടിനോട് കോൺഗ്രസിന് ചേർന്ന് നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ കോൺഗ്രസ് കളം മാറ്റി ചവിട്ടുന്നു. CPM പിന്തുണച്ചുകൊണ്ട് ലീഗിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് കോൺഗ്രസ് അവിടെ നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. കാവനൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായ ഷെഹർബാനു ഷെരീഫ് സ്ഥാനം രാജിവെച്ചതോടുകൂടിയാണ് ആ സ്ഥാനത്തേക്ക് മത്സരം നടന്നത്. അതിൽ കോൺഗ്രസിൻ്റെ 3 മെമ്പർമാരും CPM അനുകൂലമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചത്. അങ്ങനെ CPM അധികാരത്തിലെത്തുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറയുന്നത് ലീഗുമായി ഇനി യാതൊരു തരത്തിലുള്ള ബന്ധത്തിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. കാവനൂർ പഞ്ചായത്തിലെ സീറ്റ് നില ഇങ്ങനെയാണ്: ലീഗിന് 9, കോൺഗ്രസിന് 3, ഇടതുപക്ഷത്തിന് 7. നിലവിൽ കോൺഗ്രസിൻ്റെ പിൻബലം ശക്തമായതോടുകൂടി അവിശ്വാസ പ്രമേയത്തിനുള്ള തന്ത്രപരമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് CPM. ഈ വിഷയത്തിൽ ലീഗിൻ്റെ പ്രതികരണവും ഇങ്ങനെയാണ്: കോൺഗ്രസിനെ കാലാകാലങ്ങളായി തുലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് തന്നെയാണ് ഈ പ്രശ്നത്തിനും കാരണം. വ്യക്തമായ ഒരു നേതൃത്വമില്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാവനൂരിലെ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് എന്നാണ് ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PK ബഷീർ, AP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് CPM കൂട്ടുപിടിച്ച് ലീഗിനെ തറപറ്റിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്.